മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് അതാണോ ഓസ്ട്രേലിയൻ വിസയ്ക്ക് പാരയായത്? മോഹൻലാലിന് ഓസ്ട്രേലിയ വിസ നിഷേധിച്ചു എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിസ റിജക്ട് ചെയ്തതാണോ? But I don't know, somehow it happened. ഞാൻ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് എൻ്റെ വിസ എനിക്ക് കിട്ടിയില്ല. I don't know how it happened. It can be a technical or a clerical mistake or a എന്താ പറയുക, ഒരു AI ജനറേറ്റഡ് എന്താണെന്ന് ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഐ എം ടേക്കിംഗ് ഓൾ ദ ക്ലെയിം ഓൺ മീ. ഞാൻ എൻ്റെ കുറ്റമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഐ എം വെരി സോറി അബൌട്ട് ഇറ്റ്. അതോ സമയത്ത് വിസ അപ്രൂവൽ ലഭിക്കാതെ പോയതാണോ? അതിലും കൗതുകകരമായ കാര്യം മറ്റൊന്നാണ്. മോഹൻലാലിനോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന മറ്റ് കലാകാരന്മാർക്ക് ഏകദേശം 1 മാസം മുമ്പ് തന്നെ വിസ ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ മോഹൻലാലിന്റെ അപേക്ഷ മാത്രം എന്തുകൊണ്ട് വൈകി? പഴയ ആനക്കൊമ്പ് കേസുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊരു സാധാരണ വിസ പ്രോസസ്സിംഗ് ഡിലേ മാത്രമാണോ? ഊഹാപോഹങ്ങൾ മാറ്റിവെച്ച് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഹൃദ്യമായ സ്വാഗതം. ഓഗസ്റ്റ് 8 ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ മോഹൻലാലിന്റെ ഒരു പരിപാടി നടക്കേണ്ടതായിരുന്നു. എന്നാൽ പരിപാടിയുടെ തീയതി അടുത്തിട്ടും മോഹൻലാലിന്റെ വിസയിൽ ഒരു തീരുമാനവുമായില്ല. ഇവിടെ ഒരു കാര്യം ആദ്യമേ വ്യക്തമാക്കേണ്ടതുണ്ട്. മോഹൻലാലിന്റെ വിസ ഓസ്ട്രേലിയ റിജക്ട് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ ശരിയാണെന്ന് പറയാൻ നിലവിൽ ഒരു തെളിവുമില്ല. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ വിസ ആപ്ലിക്കേഷൻ അണ്ടർ കൺസിഡറേഷൻ, അതായത് പ്രോസസ്സിംഗിൽ തന്നെയായിരുന്നു. പക്ഷെ പരിപാടിക്ക് പോകേണ്ട സമയത്തിനുള്ളിൽ അപ്രൂവൽ ലഭിച്ചില്ല. അതുകൊണ്ട് മോഹൻലാലിന് ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചില്ല. പരിപാടിയിൽ മാറ്റിവെക്കേണ്ടതായി വന്നു. ഇനി ഈ സംഭവത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഗായിക KS ചിത്രയുടെ പ്രതികരണമാണ്. ഈ പരിപാടിയിൽ ചിത്രയും പങ്കെടുക്കേണ്ടതായിരുന്നു. ചിത്ര പറഞ്ഞതനുസരിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് കലാകാരന്മാരുടെ വിസ പ്രോസസ്സിംഗ് ഏകദേശം 1 മാസം മുമ്പേ കഴിഞ്ഞിരുന്നു. പക്ഷെ മോഹൻലാലിന്റെ കാര്യത്തിൽ മാത്രം തീരുമാനം വൈകി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരുന്നു. എല്ലാവർക്കും കിട്ടിയപ്പോൾ മോഹൻലാലിന് മാത്രം എന്തുകൊണ്ട് ഇത്രയും ഡിലേ? മോഹൻലാൽ തന്നെ ഇതൊരു ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന സാധ്യതയെക്കുറിച്ച് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ യഥാർത്ഥ കാരണം എന്താണെന്ന് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഔദ്യോഗികമായി ഒരിടത്തും വ്യക്തമാക്കിയിട്ടില്ല. ഇനി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിലേക്ക് വരാം. മോഹൻലാലുമായി ബന്ധപ്പെട്ട ആ പഴയ ആനക്കൊമ്പ് കേസ്. ഈ കേസ് കാരണമാണോ ഓസ്ട്രേലിയൻ വിസ പ്രോസസ്സിംഗ് വൈകിയെന്ന തരത്തിലുള്ള പോസ്റ്റും ഡിസ്കഷൻസും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. ഇത് സ്ഥിരീകരിക്കപ്പെട്ട വിവരമല്ല. ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് മോഹൻലാലിന്റെ വിസ ഡിലേക്ക് കാരണം ആനക്കൊമ്പ് കേസാണെന്ന് പറഞ്ഞതായി നിലവിൽ വിശ്വസനീയമായ ഒരു സ്ഥിരീകരണവുമില്ല. അതുപോലെ പരിപാടിയുടെ സംഘാടകരും അത്തരമൊരു കാരണം ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആനക്കൊമ്പ് കേസ് കാരണമാണ് മോഹൻലാലിന് ഓസ്ട്രേലിയ വിസ കിട്ടാത്തത് എന്ന ഫാക്ട് പറയുന്നത് ശരിയാകില്ല. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി വരും. ഒരു വലിയ സിനിമാ താരമായ മോഹൻലാലിന്റെ വിസ ആപ്ലിക്കേഷൻ പോലും ഇങ്ങനെ ഡിലേ ആകുമോ? തീർച്ചയായും ആകാം. ഒരു രാജ്യത്തിന്റെ വിസ സിസ്റ്റത്തിൽ ഓരോ ആപ്ലിക്കേഷൻസും ഇൻഡിവിജ്വൽ ആയിട്ടാണ് അസസ് ചെയ്യുന്നത്. ഒരേ പരിപാടിക്ക് ഒരുമിച്ച് പോകുന്ന 10 പേരിൽ 9 പേർക്ക് വിസ കിട്ടിയതെന്നതുകൊണ്ട് മാത്രം അതേപോലെ തന്നെ മറ്റുള്ള വ്യക്തിക്കും ആ ഒരു വ്യക്തിക്കും വിസ കിട്ടണമെന്ന് യാതൊരു നിയമവുമില്ല. അഡീഷണൽ വെരിഫിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് ചെക്സ്, ഡോക്യുമെന്റേഷൻ ചെക്സ്, ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് തുടങ്ങിയ പല ഘട്ടങ്ങളിലും സമയത്തെ ബാധിക്കാം. പക്ഷെ മോഹൻലാലിന്റെ കാര്യത്തിൽ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ വേർതിരിച്ച് കാണേണ്ടത്. 1, വിസ റിജക്ട് ചെയ്തതായി സ്ഥിരീകരണമില്ല. 2, വിസ സമയത്ത് ലഭിച്ചില്ല എന്നതാണ് പരിപാടിയെ ബാധിച്ചത്. എന്നിരുന്നാലും ഒരു ചോദ്യം ബാക്കിയുണ്ട്. മറ്റ് കലാകാരന്മാർക്ക് വളരെ നേരത്തെ വിസ ലഭിച്ചിട്ടും ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന നടന്മാരിൽ ഒരാളായ മോഹൻലാലിന് മാത്രം എന്തുകൊണ്ട് വിസ ലഭിച്ചില്ല? അതൊരു സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ മാത്രമായിരുന്നോ? അഡീഷണൽ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നോ? അതോ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും കാരണമായിരുന്നോ? ഇതിനുള്ള കൃത്യമായ ഉത്തരം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഓസ്ട്രേലിയൻ അതോറിറ്റീസ് ഔദ്യോഗികമായി ഒരു കാരണവും വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മോഹൻലാലിന് ഓസ്ട്രേലിയ വിസ നിഷേധിച്ചു എന്ന് പറയുന്നതിനേക്കാൾ മോഹൻലാലിന്റെ വിസ സമയത്ത് അപ്രൂവ് ആയില്ല എന്ന് പറയുന്നതാവും ശരി. പക്ഷെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
മോഹൻലാലിന്റെ വിസ പ്രോസസ്സിംഗ് മാത്രം ഇത്രയും വൈകിയതിന്റെ പിന്നിൽ അസാധാരണമായ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമോ? അതോ മറ്റെന്തെങ്കിലും കാരണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള വാർത്തകളുടെ പിന്നിലെ ഫാക്ട്സ് പരിശോധിക്കുന്ന കൂടുതൽ വീഡിയോകൾക്കായി എം ക്രിഷ് സ്റ്റുഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് എം ക്രിഷ് സ്റ്റുഡിയോസ്.